ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇങ്ങനെ കൃഷിനോട് മാനസ പറയുന്നുണ്ട്, നീ എന്റെ കൃഷാണ്, അങ്ങനെ വല്ല അലവലാദികൾക്കും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞ് മനസ്സ് അവിടെ നിന്നും പോവുകയാണ്. കൃഷാണെങ്കിൽ ഇനി എങ്ങനെ കൺമണിയെ അച്ഛനെ കൊണ്ടുവന്നു കാണിക്കുമെന്ന് ആലോചിച്ച് അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് ഭാഗ്യശ്രീ ബലരാമനെ ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടിറങ്ങുന്നുണ്ട്. വണ്ടിയിൽ കയറാൻ പോകുന്ന ഭാഗ്യശ്രീയെ ഒരു പെൺകുട്ടി വന്ന് പരിചയപ്പെടുന്നുണ്ട്. ചേച്ചിയുടെ പേര് ഭാഗ്യശ്രീയല്ലേ? എന്റെ പേര് സീന. ചേച്ചി മുമ്പ് എന്റെ അച്ഛനെ ജയിലിൽ നിന്ന് ഇറങ്ങാൻ സഹായിച്ചിട്ടുണ്ടെന്ന് ആ കുട്ടി പറയുന്നുണ്ട്. ഭാഗ്യശ്രീ ഇപ്പോ അച്ഛന്റെ പേരെന്താന്നൊക്കെ ചോദിക്കുമ്പോ ആ കുട്ടി പറയുന്നുണ്ട്, അച്ഛന്റെ പേര് പറഞ്ഞാൽ ചിലപ്പോ ഓർമ്മയുണ്ടാവില്ലായിരിക്കും, സാമുവൽ എന്നാണ് പേര്. മാഫിയക്കെതിരെ സമരം ചെയ്തിരുന്ന ആളാണ്. അവരും കൂടി കള്ളക്കേസിൽ കുടുക്കിയതാണ് എന്റെ അച്ഛനെ. ഇടപെട്ടതുകൊണ്ടാണ് അന്ന് എന്റെ അപ്പച്ചന് ജാമ്യം കിട്ടിയത്. ചേച്ചി അന്ന് ജൂനിയർ ആയിരുന്നു എന്ന് ആ കുട്ടി പറയുമ്പോ ഭാഗ്യശ്രീ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് എന്താ ഇപ്പൊ ഇവിടെ എന്ന് ചോദിക്കുമ്പോ ആ കുട്ടി പറയുന്നുണ്ട്, അപ്പച്ചന് ഷുഗർ ആയിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വന്നതാണ്, കാലൊന്നും വയ്യ, വണ്ടിയിൽ അപ്പച്ചനുണ്ട്, ഒന്ന് കാണാമെന്ന് പറയുമ്പോ ഭാഗ്യശ്രീ പറയുന്നുണ്ട്, അതിനെന്താ, ഞാൻ വരാമെന്ന് പറഞ്ഞ് കുട്ടിയുടെ കൂടെ ഭാഗ്യശ്രീ പോവുകയാണ്. അപ്പച്ചന് ചേച്ചിയെ കണ്ടാൽ ഒരുപാട് സന്തോഷമാവുമെന്ന് പറഞ്ഞ് ആ കുട്ടി കാറ് തുറക്കുകയാണ്. അപ്പോഴേക്ക് സുമിത്രയും ബാലുവിനെയും കാറിൽ ഭാഗ്യശ്രീ കാണുന്നുണ്ട്. ഭാഗ്യശ്രീക്ക് അപ്പൊ മനസ്സിലാവുന്നുണ്ട് തന്നെ ട്രാപ്പിലാക്കിയതാണെന്ന്. പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഓടാൻ നിൽക്കുമ്പോൾ ആ കുട്ടി ഭാഗ്യശ്രീയെ പിടിച്ച് കാറിനുള്ളിലേക്ക് കയറ്റിയാണ്. പിന്നീട് സുമിത്രയും ബാലുവും ഭാഗ്യശ്രീയെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പിന്നീട് കൃഷിന്റെ ഫോണിലേക്ക് കൺമണി വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, സാർ, സാഗർ സാറിന് എങ്ങനെയുണ്ട്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ പക്ഷെ തിരിച്ചു ചോദിക്കുന്നുണ്ട്, കൺമണി എവിടെയാണെന്ന്. കൺമണി ഇപ്പൊ പറയുന്നുണ്ട്, സാർ, ഞാൻ ഇവിടെ തന്നെയുണ്ട് ഹോസ്പിറ്റലിൽ, സാറ് സാഗർ സാറിന് എങ്ങനെയുണ്ടെന്ന് എന്ന് പറയുമ്പോ കൃഷി പറയുന്നുണ്ട്, കൺമണി അച്ഛനിപ്പോ കുഴപ്പമൊന്നുമില്ല, മാത്രല്ല ബലരാമനെ മറ്റൊരു ICUയിലേക്ക് മാറ്റി ACP പറഞ്ഞിട്ടാണ് മാറ്റിയതെന്ന് പറഞ്ഞു. കൺമണിയാണ് അതിന് കാരണമെന്നും പറഞ്ഞു. മണിക്ക് എങ്ങനെയാണ് ACP ദക്ഷയെ പരിചയമെന്ന് കൃഷി ചോദിക്കുമ്പോ കൺമണി പറയുന്നുണ്ട്, ദക്ഷ കോളേജിൽ എന്റെ സൂപ്പർ സീനിയർ ആയിരുന്നു, അത് മാത്രല്ല ഗെയിമായിട്ട് ചേർന്നൊരു ബന്ധം കൂടിയുണ്ട് എന്ന് പറയുമ്പോ കൃഷി ചോദിക്കുന്നുണ്ട് അതെന്താണെന്ന്. കൺമണിയപ്പോ പറയാണ്, ദക്ഷയുടെ അങ്കിളാണ് നമ്മുടെ ശങ്കർ മോഹൻ സാർ. സാർ, ഞാനിപ്പോ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ, ഞാൻ തിരിച്ചു വീട്ടിലേക്ക് പോയിക്കോട്ടെ എന്ന് കൺമണി ചോദിക്കുമ്പോ കൃഷി പറയുന്നുണ്ട്, കൺമണി നീ ഇപ്പൊ പോവല്ലേ, എനിക്ക് നിന്നോട് കുറച്ച് സമാധാനമായിട്ട് സംസാരിക്കാനുണ്ട്. ഉമ്മയൊക്കെ ഇവിടുന്ന് പോയി, മനസ്സ് മാത്രമേ ഇവിടെയുള്ളൂ, അവളും ഇപ്പൊ പോവും, അത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് സംസാരിക്കാമെന്ന് പറയുമ്പോ അതും കേട്ട് മനസ്സ് അങ്ങോട്ട് വരികയാണ്. മനസ്സ് എന്നിട്ട് കൃഷിനോട് പറയുന്നുണ്ട്, ഞാൻ പോയി കിട്ടാൻ നിങ്ങൾ കാത്തിരിക്കുമായിരുന്നല്ലേ സംസാരിക്കാനായി എന്ന് കൃഷിനോട് പറഞ്ഞ് കൃഷിന്റെ അടുത്ത് നിന്നും ഫോൺ വാങ്ങിച്ച് കൺമണിയോട് മനസ്സ് സംസാരിക്കുകയാണ്. എന്നോട് ഞാൻ പറഞ്ഞതൊന്നും നിനക്ക് മനസ്സിലായില്ലേടി, പക്ഷെ എന്റെ ഭർത്താവാകാൻ പോകുന്ന ആളാണ്, കാത്തു നിൽക്കാൻ വരുന്നുണ്ട്, നീ അവന്റെ അടുത്തേക്ക് പോ എന്ന് മനസ്സ് ദേഷ്യപ്പെട്ട് പറയുമ്പോ കൺമണിക്കും ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ കൺമണി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. പിന്നീട് മാനസിയുടെ കയ്യിൽ നിന്നും കൃഷി ഫോൺ വാങ്ങിച്ചിട്ട് കൺമണിയോട് പറയുന്നുണ്ട്, കൺമണി അച്ഛന് നിന്നെ കാണണം, നിന്നോട് സംസാരിക്കണം, നീ ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോ കൺമണി പറയുന്നുണ്ട്, ഞാൻ ഇപ്പൊ വരാം സാർ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. പിന്നീട് മാനസ കൃഷിനോട് ചോദിക്കുന്നുണ്ട്, എന്റെ മുന്നിൽ വെച്ച് നീ അവളെ വിളിച്ചു വരുത്തുമല്ലേ എന്ന് ചോദിക്കുമ്പോ കൃഷി പറയുന്നുണ്ട്, വിളിച്ചു വരുത്തും, ഇതിന് കൺമണിയോടൊന്ന് സംസാരിക്കണം, അതിനുവേണ്ടിയാണ് അവള് വരുന്നത്. കൃഷി പറയുമ്പോ മാനസ് പറയുന്നുണ്ട്, ഞാനിതിന് സമ്മതിക്കില്ല, ഞാനിത് അനുവദിച്ചു തരില്ല, ബഹളം വെക്കും, ആശുപത്രിയിലുള്ള മുഴുവൻ ആളുകളെയും ഞാൻ വിളിച്ചു കൂട്ടും. മാനസ് പറയുമ്പോ കൃഷി പറയുന്നുണ്ട്, ഹോസ്പിറ്റലിലുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചു കൂട്ടിയാലും എനിക്ക് കുഴപ്പമില്ല, സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. കൺമണി ഇവിടെ വരും, അച്ഛനെ കാണും, അച്ഛന് കൺമണിയെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺമണി അച്ഛനെ കണ്ടിരിക്കും, നിനക്ക് പറ്റാവുന്നതൊക്കെ നീ ചെയ്യേ. കൃഷി പറയുമ്പോ മാനസ പറയുന്നുണ്ട്, ഞാൻ അവളെ തല്ലുമെന്ന്. കൃഷി അപ്പൊ പറയാണ്, ധൈര്യം ഉണ്ടെങ്കിൽ നീ അവളെ ഒന്ന് തൊട്ടു നോക്ക്, പിന്നെ കുഴപ്പമില്ല, ഇതൊരു ഹോസ്പിറ്റലായതുകൊണ്ട് ICUയിൽ ബെഡ് ഉണ്ടാവും, പിന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിക്കോളും എന്ന് കൃഷി പറയുമ്പോ അങ്ങോട്ടേക്ക് കൺമണി വരുന്നുണ്ട്. മണിയുടെ കയ്യും പിടിച്ച് വാ കൺമണി എന്ന് പറഞ്ഞ് കൃഷി കൺമണിയും കൊണ്ട് സാഗറിന്റെ അടുത്തേക്ക് പോവാൻ നിൽക്കുമ്പോ അനസ കൃഷിന്റെ കൈ പിടിക്കുകയാണ്. എന്നിട്ട് ഞാൻ പോവാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോ കൃഷി അനസയെ പിടിച്ച് തള്ളി മാറ്റിക്കൊണ്ട് കൺമണിയും വിളിച്ചുകൊണ്ട് സാഗറിന്റെ അടുത്തേക്ക് പോവുകയാണ്. അനസയ്ക്കാണെങ്കിൽ ഇതെല്ലാം കണ്ട് ആകെ ദേഷ്യം വരുന്നുണ്ട്. അതിനുശേഷം കൃഷിയും കൺമണിയും കൂടി സാഗറിന്റെ അടുത്തേക്ക് വരികയാണ്. കൺമണിയെ കാണുമ്പോ തന്നെ സാഗർ കൺമണിയോട് പറയുന്നുണ്ട്, കൺഗ്രാറ്റ്സ് ആൻഡ് താങ്ക് യു എന്ന് പറഞ്ഞ് കൺമണിക്ക് കൈ കൊടുക്കുകയാണ്. എല്ലാം കാണുമ്പോ കൃഷിനും ഒരുപാട് സന്തോഷാവുന്നുണ്ട്. അതിനുശേഷം സാഗർ പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങനൊരു നേട്ടം കൊണ്ടുവന്നു തന്നതിന് കൺമണിയോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല, പൊന്നുമേട്ടിൽ നിന്ന് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഒഫീഷ്യൽ സ്വീകരണം തരണമെന്നാണ് വിചാരിച്ചത്, തീരുമാനം നമ്മളുടേതാണെങ്കിലും അതെല്ലാം നടപ്പിലാക്കാൻ ശ്രമിക്കേണ്ടത് ദൈവമല്ലേ, പക്ഷെ അതിന് സാധിച്ചില്ല. രാമനെ എന്റെ അടുത്ത് നിന്ന് മാറ്റിയത് കൺമണി ഇടപെട്ടിട്ടാണെന്ന് ഞാൻ അറിഞ്ഞു. ഇപ്പിയെ കൺമണിക്ക് ഇതിനു മുന്നേ പരിചയമുണ്ടല്ലേ, എന്റെ സേഫ്റ്റിക്ക് വേണ്ടി കൺമണി ഇത്രയും എഫേർട്ട് എടുത്തതിന് നന്ദിയുണ്ട്, തന്നെ കടപ്പാടുമുണ്ടെന്ന് പറയുമ്പോ കൺമണി അയ്യോ സാർ അതൊന്നും വേണ്ട എന്ന് പറയുമ്പോ സാഗർ പറയുന്നു,
പറയുന്നുണ്ട്, അങ്ങനെയല്ല, അവസാനം വരെ ഇതിന്റെ എല്ലാം സ്നേഹവും നന്ദിയും എല്ലാം തിരിച്ചുണ്ടാവുമെന്ന് സാഗർ പറയുമ്പോൾ കൃഷിനും കൺമണിക്കും ഒരുപാട് സന്തോഷാവുകയാണ്. അതിനുശേഷം കൃഷി സാഗറിനോട് പറയുന്നുണ്ട്, അച്ഛ ഡോക്ടർ അധികം സംസാരിക്കരുത് എന്നല്ലേ പറഞ്ഞത്, എന്നോട് പറയാനുള്ളതെല്ലാം പറഞ്ഞില്ലേ, ഇനി അച്ഛൻ വിശ്രമിക്ക്, ഞങ്ങൾ പുറത്തുണ്ടാവുമെന്ന് കൃഷി സാഗറിനോട് പറഞ്ഞ് കൃഷിയും കൺമണിയും കൂടി പുറത്തേക്ക് പോവാൻ നിൽക്കുമ്പോൾ സാഗർ കൺമണിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കൺമണി പോകാൻ വരട്ടെ, ഞാൻ പറഞ്ഞു തുടങ്ങുന്നതേയുള്ളൂ. കൺമണി, നിനക്കറിയാലോ കൃഷി നിന്റെ MD ആണ് എന്നതിനപ്പുറം കൺമണിയുടെ മനസ്സിൽ കൃഷിന് വേറെ എന്തെങ്കിലും സ്ഥാനമുണ്ടോ എന്ന് സാഗർ ചോദിക്കുമ്പോൾ കൺമണിയും കൃഷിയും പരസ്പരം നോക്കി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. സാഗർ വീണ്ടും പറയുന്നുണ്ട്, മറുപടി വേണമെന്നില്ല, ഞാൻ ആദ്യം എനിക്ക് പറയാനുള്ളതൊക്കെ പറയാം. എനിക്ക് കൺമണിയെ ഇഷ്ടമാണ്. കൺമണി മിടുക്കിയാണ്, നല്ല ബുദ്ധിയും ഭാവനയും നല്ല കലയും ഉള്ള ഒരു കുട്ടിയാണ് കൺമണി. കൺമണിയെ മരുമകളായി കിട്ടാൻ ഏത് രക്ഷകർത്താക്കളും ആഗ്രഹിക്കും, അതുപോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നു. പക്ഷേ ഇതിലേക്ക് കൺമണി വരുന്നതിന് മുന്നേ തന്നെ കൺമണിക്ക് അറിയാമായിരുന്നു മാനസികമായിട്ട് കൃഷിന്റെ അഹം ഉറപ്പിച്ചത്. ഇത് ഒരു തർക്കമോ ബഹളത്തിനോ ഒന്നും വേണ്ടിയല്ല ഞാൻ പറയുന്നത്, ചില കാര്യങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഞാൻ പറയാൻ പോകുന്നതിൽ സത്യമല്ലാത്തത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാത്രം ചൂണ്ടിക്കാണിച്ചാൽ മതി. ഞാനിപ്പോ പറഞ്ഞു വന്നത് കൃഷിന്റെ കാര്യം നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണെന്ന് കൺമണിക്കറിയാം. ഇതും കൂടി ചേർന്നാണ് കൃഷിന്റെയും മാനസിയുടെയും വിവാഹ നിശ്ചയം മംഗളമായി നടത്തിയത്. മാനസിയുടെ ഉറ്റ തോഴിയായിരുന്നു കൺമണി അന്ന്. ബന്ധങ്ങൾക്കും എടുത്ത തീരുമാനങ്ങൾക്കുമെല്ലാം വലിയ വില കൊടുക്കുന്ന ആളാണ് കൺമണി. ഞാൻ പെൺകുട്ടിയെ കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ പിന്നെ എനിക്കത് മാറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. കൃഷിന്റെ അച്ഛൻ എന്നതിനപ്പുറം മറ്റുള്ളവരോട് കുറെ കമ്മിറ്റ്മെന്റ്സ് ഉള്ള ആളാണ് ഞാൻ. മാനസിയുടെ അച്ഛനോട് ഒരു വ്യക്തിബന്ധത്തിനേക്കാൾ ഒരു ഹൃദയബന്ധം കൂടിയുണ്ട് എനിക്ക്. ഉള്ളതുകൊണ്ടാണ് കൃപയുടെ കൂടെ ജർമ്മനിയിൽ ജയ്മോഹൻ ഇപ്പോൾ കൂടെ നിൽക്കുന്നത്. ഞങ്ങൾ തമ്മിലുള്ള അടുപ്പത്തിന്റെ ആഴം എനിക്ക് എത്രത്തോളം എന്ന് അറിയാവുന്നതാണ്. ആ ബന്ധം അകന്നു മാറുന്നത് എത്രത്തോളം വേദന ഉണ്ടാക്കുമെന്നും എനിക്കറിയാം. പക്ഷേ അതേ വേദന തന്നെയാണ് ഈ വിവാഹം നിശ്ചയിച്ച് അത് നടക്കാതെ വരുമ്പോഴുള്ള മാതാപിതാക്കളുടെ സങ്കടവും. നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മറ്റുള്ളവരെ കണ്ണുനീര് കുടിപ്പിക്കണോ? ഈ ജീവിതത്തിന് 2 വശങ്ങളുണ്ട്. ഒന്ന് ആദർശ ജീവിതം, രണ്ടാമത്തേത് പ്രാക്ടിക്കലായ ജീവിതം. അവിടെ വിട്ടുവീഴ്ചകളും മാറിക്കൊടുക്കലും എല്ലാം ഉണ്ടാവും. ആദർശത്തിനപ്പുറം പ്രായോഗികതയും കൂടി ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ആഗ്രഹിക്കുന്നത് അങ്ങനെയായതുകൊണ്ട് നിങ്ങളും അതുപോലെ ചെയ്യണമെന്ന് എനിക്കില്ല, പറയാനുള്ള അവകാശവും എനിക്കില്ല. നിങ്ങൾ പ്രായപൂർത്തിയായവരാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം നടത്താം. നിയമം നിങ്ങൾക്ക് അനുകൂലമാണ്. പക്ഷേ സ്വന്തം ഇഷ്ടങ്ങൾക്കപ്പുറം മറ്റുള്ളവരുടെ മോഹങ്ങൾക്ക് കൂടി വില കൊടുക്കുമ്പോഴേ നമ്മൾ യഥാർത്ഥ മനുഷ്യരാവൂ. കൺമണി, ഞാൻ എന്റെ അഭിപ്രായങ്ങൾ നിന്നെ അറിയിച്ചെന്നേയുള്ളൂ, തീരുമാനമെടുക്കേണ്ടത് നീയാണ്. കൺമണിക്ക് അവകാശപ്പെട്ട സമ്മാനമാണ് മുൻപ് മാനസ തട്ടിയെടുത്തതെന്നറിഞ്ഞു. തിരിച്ചുമൊന്ന് ചിന്തിക്കണം. മാനസയ്ക്ക് അവകാശപ്പെട്ടത് കൺമണി കൈക്കലാക്കാൻ പാടുണ്ടോ? ഇനിയിപ്പോ എന്തൊക്കെ ന്യായീകരണം പറഞ്ഞാലും ജീവേദന വന്നപ്പോഴാണ് ഇങ്ങനെയെല്ലാം പെട്ടെന്ന് മനസ്സിൽ തോന്നിയത്. അപ്പോഴാണ് കൺമണിയെ കണ്ട് സംസാരിക്കാമെന്ന് തീരുമാനിച്ചത്. ശരിക്കും ഒരു അറ്റാക്ക് എപ്പോ വേണമെങ്കിലും വരാം, അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ കൺമണിയെ എല്ലാം അറിയിച്ചത്. എല്ലാം മോളുടെ തീരുമാനം എന്ന് പറഞ്ഞ് സാഗർ തന്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇതെല്ലാം കേട്ട് അങ്ങനെ മരവിച്ചു നിൽക്കുകയാണ് കൺമണി. തന്റെ സങ്കടം ഒതുക്കാനാവാതെ കൺമണി നിന്ന് കരയുന്നുണ്ട്. പക്ഷാണെങ്കിൽ കൺമണിയുടെ മുഖത്തേക്ക് നോക്കി സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് മാനസ ഹേമിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ, ഇവിടെ ആ കൺമണിയെ വിളിച്ചുകൊണ്ട് വന്ന് കൃഷി സാഗർ അങ്കിളിനെ കാണാനായി പോയിരിക്കുകയാണ്. അവളെ തല്ലാനായി നിന്നതാണ്. ഈ കൃഷിനെ കൊല്ലാനുള്ള ദേഷ്യത്തിലായിരുന്നു. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവളെ വിളിച്ചിട്ട് പോയിരിക്കുന്നത്. എല്ലാം വെറുതെയാണ്. തടയാൻ നോക്കിയതാണ്, പക്ഷേ കൃഷി എന്നെ നേരിട്ടു. കൃഷ്ണൻ തമ്മിൽ അവളുടെ മുന്നിൽ ഒരു പ്രശ്നമുണ്ടായാൽ അത് അവൾക്ക് ഇഷ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അപ്പോഴൊന്നും മിണ്ടാതിരുന്നത്. മനസ്സ് പറയുമ്പോ ഹേമ പറയുന്നുണ്ട്, ഇത്രയൊക്കെ കേട്ടിട്ടും നീ പഠിച്ചില്ലല്ലോ, ഇതെല്ലാം വിട്ട് നമുക്ക് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന് ഹേമ പറയുമ്പോ മനസ്സ് പറയുന്നുണ്ട്, ഇങ്ങനെ തോറ്റു തിരിച്ചു പോവാനല്ല ഞാൻ ഇത്രയും കാലം അധ്വാനിച്ചത്. എനിക്ക് ശ്വാസമുണ്ടെങ്കിൽ ഞാൻ അവനെ തന്നെ കിട്ടും. പക്ഷെ ഇഷ്ടം കൊണ്ടല്ല, അവനെ ഇഞ്ചിഞ്ചായി കൊല്ലാൻ വേണ്ടിയാണ്. തകരുമ്പോ അവളും തീരുമെന്ന് മനസ്സ് പറയുമ്പോ ഹേമ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന്. മനസ്സപ്പ പറയുന്നുണ്ട്, ഇതെല്ലാം ഞാൻ നടത്താൻ പോകുന്ന കാര്യമാണ്, അമ്മ കണ്ടോ? ഇതെല്ലാം ഇപ്പൊ പോയി അമ്മ ആന്റിയമ്മയോടും സുജാത ആന്റിയോടും പറയേ. സുജാത ആന്റിയെ നിർത്തി പൊരിക്കണം അമ്മ. രീതിയിലുള്ള സഹായം എനിക്ക് അമ്മ തന്നാ മതി. അമ്മ പോയി ആന്റിയമ്മയോട് കാര്യം പറ എന്ന് പറഞ്ഞ് മനസ്സ ഫോൺ കട്ട് ചെയ്യാണ്. അതിനുശേഷം ഹേമ പോയി ആന്റിയമ്മയെയും സുജാതയെയും വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവര് ഹേമയുടെ അടുത്തേക്ക് വന്നിട്ട് എന്താ കാര്യമെന്ന് ചോദിക്കുകയാണ്. ഹേമപ്പ പറയുന്നുണ്ട്, ഒക്കെ വെച്ച് അവസാനിക്കാൻ പോവുകയാണ് ചേച്ചിയമ്മേ. ഞാൻ ഭൂമിയോളമല്ല പാതാളത്തോളം ഞങ്ങൾ താഴ്ന്നു. വയ്യ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പണം കെടുന്നതെന്ന് ഹേമ പറയുമ്പോ സുജു എന്താ കാര്യമെന്ന് ഹേമയോട് ചോദിക്കുന്നുണ്ട്. എന്താ കാര്യമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ആ കൺമണി ഇപ്പൊ മാനസി എന്നെ വിളിച്ചിരുന്നു. ആ കൃഷും കൺമണിയും കൂടി സാഗറിനെ കാണാനായി പോയിരിക്കും.
ചോദിക്കുകയാണ്. പൊന്നുമേട്ടിലോ സ്വർണ്ണമേട്ടിലോ ഒക്കെ ഒരുമിച്ച് കഴിഞ്ഞവരല്ലേ, അപ്പൊ പിന്നെ ഹോസ്പിറ്റലിലും ഒരുമിച്ച് കഴിയാൻ പ്രയാസമൊന്നും ഉണ്ടാവില്ല. അതെല്ലാം കണ്ടു നിൽക്കുന്ന എന്റെ മോൾക്ക് അതൊന്നും സഹിക്കാൻ പറ്റില്ല. ഇതുപോലെ ഒരു പെണ്ണ് തന്നെയാണ് എന്റെ മോളും. ഭർത്താവാകാൻ പോകുന്ന ആളുടെ കൂടെ മറ്റൊരു പെണ്ണ് ഉല്ലസിച്ചു നടക്കുന്നത് ആർക്കും സഹിക്കാൻ കഴിയില്ല. ഹേമ പറയുമ്പോ ആന്റിയമ്മ സുജുവിനെ കുറ്റപ്പെടുത്തുകയാണ്. സുജുവിനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് നമ്മൾ ഇങ്ങോട്ട് വന്നാൽ കൺമണി ഹോസ്പിറ്റലിലേക്ക് വരുമെന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞത്. എല്ലാത്തിനും കാരണം സുജു ആണെന്ന് ആന്റിയമ്മ പറയുമ്പോ സുജു പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞോ അവൾ ഇങ്ങനെ ചെയ്യുമെന്ന്. സാഗർ വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സാഗറിനെ ചിലപ്പോൾ അവൾ കാണാൻ പോയിട്ടുണ്ടാവും, പക്ഷേ സാഗർ അവളെ നിർത്തേണ്ടടുത്ത് തന്നെയായിരിക്കും നിർത്തുന്നത്. മോളുടെ സ്ഥാനത്ത് മാനസിയല്ലാതെ സാഗർ വേറെ ഒരാളെയും സങ്കല്പിക്കില്ല എന്ന് സുജു പറയുമ്പോ ഹേമ പറയുന്നുണ്ട്, അതൊന്നും പറയാൻ പറ്റില്ല സുജു, എല്ലാവരുടെയും മനസ്സ് എപ്പോഴാ മാറുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ എന്തായാലും ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഹേമ പോവാനായി നിൽക്കുമ്പോ ആന്റിയമ്മ ഹേമയെ പിടിച്ചു നിർത്തുന്നുണ്ട്. സുജു എന്നിട്ട് ഹേമയോട് പറയുന്നുണ്ട്, ഹേമ നിങ്ങളാരും ഇപ്പോ ഇവിടെ നിന്നും പോവരുത്, ഞാൻ നിങ്ങൾക്ക് വാക്കു തരുന്നു, ഈ വീടിന്റെ സമാധാനം തകർക്കാൻ നോക്കുന്ന പെൺകുട്ടിയെ ഞാൻ നേരിടും. മാനസയെ മാത്രമേ ഞങ്ങൾ മരുമോളായി ഇങ്ങോട്ട് കൊണ്ടുവരൂ. ഷിന്റെ അമ്മയാണ് ഞാൻ, ഈ വീടിന്റെ കുടുംബനാഥയാണ്. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കും. മാനസ മാത്രമേ എന്റെ മരുമോളായി ഈ വീട്ടിലേക്ക് വരൂ, അത് ഞാൻ ഉറപ്പ് തരുന്നു എന്ന് പറഞ്ഞ് സുജു അവിടെ നിന്നും പോവുകയാണ്. സുജു ഇങ്ങനെയെല്ലാം പറഞ്ഞു പോകുമ്പോൾ ഹേമയ്ക്ക് ഇതെല്ലാം കേട്ട് ഒരുപാട് സന്തോഷാവുകയാണ്. ഇതിനുശേഷം ഭാഗ്യശ്രീയെ വീട്ടിൽ കൊണ്ടുവന്ന് സുമിത്രയും ബാലുവും ഒരു ചെയറിൽ കയറിൽ കെട്ടിയിടുകയാണ്. ഭാഗ്യശ്രീയെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ടവർ. മിത്ര എന്നിട്ട് ഭാഗ്യശ്രീയോട് പറയുന്നുണ്ട്, 10 മാസം ചുമന്നതാണ് ഞാൻ നിന്നെ, പിന്നെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നീ എന്റെ കൂടെയാണ് നിൽക്കേണ്ടത്, അല്ലാതെ മറ്റുള്ളവരെ സഹായിക്കുകയല്ല ചെയ്യേണ്ടതെന്ന് പറയുമ്പോ ബാലുവും പറയുന്നുണ്ട്, ഇനി ഞങ്ങൾ നിയമം പഠിപ്പിച്ചത് ഞങ്ങളുടെ കൂടെ നിൽക്കാനാണ്, ഇനി ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊല്ലാനും മടിക്കില്ലെന്ന് പറയുമ്പോ ഭാഗ്യശ്രീ പറയുന്നുണ്ട്, എന്റെ ജീവൻ എടുത്താലും ശരി സത്യം സത്യമായി തന്നെ നിൽക്കും, എങ്കിലും ഒരിക്കൽ ആ സത്യം പുറത്തു വരും. അഗസാറിനെ കൊല്ലാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല, അതുപോലെ തന്നെ ബലരാമേട്ടനെ ചതിയിലാക്കാനും നിങ്ങൾക്ക് പറ്റില്ല. എന്റെ ബലരാമേട്ടൻ ഒരു പാവമാണ്, ആ ബലരാമേട്ടനെ ഇങ്ങനെയെല്ലാം ആക്കിയത് നിങ്ങളാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല. ഹൃദയശുദ്ധിയല്ല വേണ്ടത്, ഹൃദയബന്ധമാണ്, അതുകൊണ്ട് 10 മാസത്തെ കഥയൊന്നും പറഞ്ഞ് ഒരു കാര്യവുമില്ല എന്ന് ഭാഗ്യശ്രീ പറയുമ്പോ അലു ഭാഗ്യശ്രീയുടെ ചെകിടത്തടിക്കുകയാണ്. അപ്പൊ തന്നെ ഭാഗ്യശ്രീയുടെ ബോധം പോകുന്നുണ്ട്. എന്നിട്ട് ബാലു സുമിത്രയോട് പറയുന്നുണ്ട്, ഇന്ന് മുഴുവൻ ഇവളുടെ ബോധം പോകുന്നതാണ് നമുക്ക് നല്ലത് എന്ന് പറയുമ്പോ സുമിത്ര പറയുന്നുണ്ട്, ഇന്ന് രാത്രി തന്നെ സാഗറിനെ ഇല്ലാതാക്കണം, നമ്മുടെ പ്ലാനുകളെല്ലാം ഓരോന്നായി നടപ്പിലാക്കണമെന്ന് സുമിത്രയും ബാലുവും കൂടി പ്ലാൻ ചെയ്യുകയാണ്. ഇവളിനി ഈ പുറം ലോകം കാണില്ലെന്ന് പറഞ്ഞ് സുമിത്രയും ബാലുവും പുറത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് സാഗറിനെ കണ്ടതിന് ശേഷം പുറത്തേക്ക് കൃഷും കൺമണിയും കൂടി വരികയാണ്. മനസ്സ് തകർന്ന് സങ്കടത്തിൽ അങ്ങനെ കൃഷും കൺമണിയും പുറത്തേക്ക് വരുമ്പോൾ മനസ്സ കൺമണിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനുള്ള പുറപ്പാടാണെന്ന്. എന്നാൽ ഒന്നും മിണ്ടാതെ മണി പോവാനായി നിൽക്കുമ്പോ മാനസ കൺമണിയെ പിടിച്ചു നിർത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ അങ്ങനെ പോവണ്ട, പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് കൺമണി അവിടെ പിടിച്ചു നിർത്തുമ്പോ കൃഷി പറയുന്നുണ്ട്, മാനസ നീ മാറി നിൽക്ക്, ഇപ്പൊ സംസാരിക്കാനുള്ള ഒരു അവസ്ഥയിലല്ല എന്ന് പറയുമ്പോ മാനസ പറയുന്നുണ്ട്, മാറി നിൽക്കാനോ, ഞാൻ അങ്ങനെ മാറി നിൽക്കില്ല, ഞാൻ വീട്ടിലെല്ലാം അറിയിച്ചിട്ടുണ്ട്, ഞാനെല്ലാം വെറുതെ വിട്ടുതരുന്നത് കൊണ്ടാണ് മുന്നിൽ ഈ തോന്നിയവാസമൊക്കെ നടക്കുന്നത്. കൃഷിനെ എന്തായാലും ഇനി ഞാൻ ഇവൾക്ക് വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് മാനസ പറയുമ്പോ കൃഷ്ണാകെ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് മാനസിയോട് ഷൗട്ട് ചെയ്യാണ്. മാനസ അപ്പ പറയുന്നുണ്ട്, ഒച്ച വെച്ചിട്ട് കാര്യമില്ല, ഈ ഒച്ച വെച്ചാൽ ഞാനും ഒച്ച വെക്കും, നാട്ടുകാരെല്ലാവരും കേൾക്കട്ടെ, എന്നിട്ട് അവര് പറയട്ടെ ആരുടെ ഭാഗത്താണ് ന്യായമെന്ന്. മാനസ പറയുമ്പോ കൃഷി പറയുന്നുണ്ട്, ബഹളം വെച്ചും കൃഷി കാണിച്ചും നീ എന്നെ കല്യാണം കഴിക്കാമെന്നാണോ വിചാരിച്ചിരിക്കുന്നത്, അതെന്തായാലും നടക്കാൻ പോകുന്നില്ലെന്ന് പറയുമ്പോ മാനസ പറയുന്നുണ്ട്, ബഹളം വെച്ചും വാശി കാണിച്ചും എന്നെ ഒഴിവാക്കാമെന്നാണോ നീ കരുതിയിരിക്കുന്നത്, ഇത് നടക്കില്ല, അങ്ങനെയൊന്നുണ്ടെങ്കിൽ നീ എന്റെ ഈ കയ്യിൽ റിങ് അണിയിക്കാൻ പാടില്ലായിരുന്നു, നീയും കൂടി എല്ലാം കണ്ടോ, കൃഷി എന്റെ വിരലിൽ മോതിരം അണിയിച്ചു തരുമ്പോൾ എന്റെ അടുത്ത് നീയും കൂടി ഉണ്ടായിരുന്നു, എന്നിട്ടിപ്പോ നീ എന്റെ ആളെ തട്ടിയെടുക്കാൻ നോക്കുന്നോ, ഞാൻ ഒരിക്കലും അതിന് അനുവദിക്കില്ലടി എന്ന് മാനസ പറയുമ്പോ കൃഷി വീണ്ടും മാനസയോട് ദേഷ്യപ്പെടുകയാണ്. ഞാനാണിപ്പോ നിന്നെ ഒഴിവാക്കാൻ പോകുന്നത്, നീ എനിക്കൊരു ബാധ്യതയാണെന്ന് പറയുമ്പോ മാനസയ്ക്കാകെ സങ്കടം വരുന്നുണ്ട്. എന്നിട്ട് മാനസ പറയുകയാണ്, ഞാനിപ്പോ നിനക്കൊരു ബാധ്യതയാണല്ലേ, ഇതിനു മുന്നേ നിനക്ക് എത്രയോ പ്രാവശ്യം എന്റെ കുടുംബത്തിനെ വേണമായിരുന്നു, കമ്പനിക്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ എന്റെ അച്ഛനെ വേണമായിരുന്നു, എന്റെ അനിയത്തി ഇവിടെ ജീവച്ഛവമായി കിടന്നിരുന്നപ്പോൾ നിനക്ക് എന്റെ അച്ഛനെ വേണമായിരുന്നു, കമ്പനിയിലേക്ക് കൊണ്ടുപോകാനും അവിടെ അവളുടെ കാര്യങ്ങൾ ചെയ്യാനും നിനക്ക് എന്റെ അച്ഛനെ വേണമായിരുന്നു, നിന്റെ
അനിയത്തി എഴുന്നേറ്റ് നടന്നു തുടങ്ങി, സംസാരിച്ചു തുടങ്ങി. ഞങ്ങളെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു, ഇപ്പൊ നിനക്ക് എന്നെ വേണ്ടല്ലേ? നിന്റെ കുടുംബവും കൂടി പരമാവധി ഞങ്ങളെ ഊറ്റിയെടുക്കുമായിരുന്നു എന്ന് മാനസ പറയുമ്പോ കൃഷിന് ദേഷ്യം വന്നുകൊണ്ട് മൈൻഡ് യുവർ വേർഡ്സ് എന്ന് പറഞ്ഞ് മാനസയെ പിടിച്ചു വലിച്ച് മാനസയുടെ ചെകിടത്തടിക്കുകയാണ്. മാനസയാണെങ്കിൽ അടി കിട്ടുന്നതും അവിടെ ടേബിളിൽ പോയി വീഴുകയാണ്. വീണ്ടും മാനസയെ തല്ലാനായി കൃഷി പോകുമ്പോൾ കൺമണി കൃഷിനെ പിടിച്ചു നിർത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, സാർ അടിച്ചുകൊണ്ടല്ല ദേഷ്യം തീർക്കേണ്ടത്, സ്ത്രീകളെ അടിക്കുന്നത് ഒരു നല്ല കാര്യമല്ല എന്ന് കൺമണി കൃഷിനോട് പറയുന്നുണ്ട്. പിന്നീട് കൺമണി മാനസയോട് പോയി പറയുന്നുണ്ട്, സോറി മാഡം, ഞാൻ കാരണം സാറ് മാഡത്തിനെ തല്ലിയതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ മാനസ പറയുന്നുണ്ട്, എന്തിനാണ് നിന്റെ സോറി? എന്റെ ഭർത്താവാകാൻ പോകുന്ന ആളാണ് എന്നെ തല്ലിയത്, അതില് നീ ഇടപെടേണ്ട ആവശ്യമില്ലെന്ന് പറയുകയാണ്. വീണ്ടും കൺമണി മാനസയോട്, സോറി മാഡം, കല്യാണം കഴിക്കാൻ പോകുന്ന ആള് തന്നെയാണ് ക്രിഷ് സാറ്, അതെനിക്കറിയാം. വഴിയെ പോയ ഞാൻ അതിൽ ഇടപെടാൻ പാടില്ലായിരുന്നു, ഇതെല്ലാം മനസ്സിലാക്കി ഞാൻ അകന്നു നിൽക്കണമായിരുന്നു, എന്റെ ഭാഗത്താണ്. ഇതിനെല്ലാം ഞാൻ മേഡത്തോട് മാപ്പ് ചോദിക്കുകയാണ്. സാഗർ സാർ പറഞ്ഞതാണ് ശരി, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടത് ഞാനായിരുന്നു. ഞാൻ അലിഗയിൽ വരുമ്പോഴേ അറിയാമായിരുന്നു നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നവരാണെന്ന്. മനസ്സിലാക്കി മാറിപ്പോകേണ്ടിയിരുന്നത് ഞാൻ തന്നെയായിരുന്നു. നിങ്ങളുടെ ലോകത്തേക്ക് കടന്നു വന്നത് ഞാൻ തന്നെയാണ്. നിങ്ങളുടെ വിവാഹമാണ് നടക്കേണ്ടത്. ഈ സ്ഥാനം മനസ്സിലാക്കി ഞാൻ നിൽക്കേണ്ടടുത്ത് നിൽക്കേണ്ടതായിരുന്നു. പക്ഷെ ഞാൻ എന്റെ സ്ഥാനം മറന്നുപോയി. നിങ്ങളുടെ വിവാഹമാണ് നടക്കേണ്ടത്. ഇനി മുതൽ ഞാൻ നിങ്ങളുടെ ഓഫീസിലെ ഒരു സ്റ്റാഫ് മാത്രമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി ഞാൻ ഒരിക്കലും കടന്നു വരില്ലെന്ന് കൺമണി കരഞ്ഞുകൊണ്ട് പറയുകയാണ്. പക്ഷെ കൺമണിയെ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, കൺമണി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിനക്ക് ഭ്രാന്തായോ എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട്, ഇല്ല സാർ, എനിക്കിപ്പോഴാണ് ഭ്രാന്ത് മാറിയത്. അപ്പോഴാണ് എനിക്ക് എല്ലാം വ്യക്തമായി തിരിച്ചറിയുന്നത്. ഇയയിലെ ഇനിയൊരു സ്റ്റാഫ് എന്ന പദവിയിൽ മാത്രമേ ഞാൻ ഉണ്ടാവൂ. ഇനി മുന്നേ ഞാൻ എല്ലാം തീരുമാനങ്ങളും എടുത്ത് നടപ്പിലാക്കേണ്ടതായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തില്ല. ഞാനിവിടെ നിൽക്കുന്നില്ല, പോവാണെന്ന് പറഞ്ഞ് കൺമണി പോവാനായി നിൽക്കുമ്പോൾ കൃഷി കൺമണിയെ പിടിച്ചു നിർത്തുന്നുണ്ട്. കൺമണി ഇപ്പൊ പറയുന്നുണ്ട്, വിട് സാർ, ഇനി എന്നെ വിളിക്കരുത്, എന്റെ പുറകിൽ വരരുത് എന്ന് പറഞ്ഞ് കൺമണി സങ്കടപ്പെട്ടു അവിടെ ഒന്ന് പോവുകയാണ്. ഇതെല്ലാം കണ്ട് മാനസിക്ക് ഒരുപാട് സന്തോഷാവുകയാണ്. ഇതിനുശേഷം സാഗർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃഷി മഹിയോട് ഷെയർ ചെയ്യുകയാണ്. എന്നിട്ട് കൃഷിനോട് പറയുന്നുണ്ട്, എല്ലാത്തിനും കാരണം നീയാണ്. സാഗർ സാർ അങ്ങനെയൊക്കെ പറയുമ്പോൾ നീ നിന്റെ നിലപാട് വ്യക്തമാക്കണമായിരുന്നു. നീ എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺമണിക്ക് നിന്നോടുള്ള വിശ്വാസം കൂടിയിട്ടുണ്ടാവും. ഇപ്പൊ ഒരുമാതിരി ഇമോഷണൽ ട്രാപ്പിലാക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ. ഇവിടെ നിന്റെ പ്രതികരണമായിരുന്നു അത്യാവശ്യം, പക്ഷെ നീ അത് ചെയ്തില്ല. സാറും സുജാത മേഡവും ലവ് മാരേജ് ആയിരുന്നില്ലേ? നിനക്ക് ചോദിക്കാമായിരുന്നില്ലേ അച്ഛനും അമ്മയും ലവ് മാരേജ് ആയിരുന്നില്ലേ എന്ന്? നീ അത് ചോദിച്ചില്ല. അപ്പൊ നിന്റെ ഭാഗത്താണ് തെറ്റെന്ന് മഹി പറയുമ്പോ കൃഷി പറയുന്നുണ്ട്, എന്തായാലും അച്ഛൻ ഡിസ്ചാർജ് ആയി വീട്ടിലൊന്ന് എത്തിക്കോട്ടെ, ബാക്കി കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കുന്നുണ്ട് എന്ന് കൃഷി മഹിയോട് പറയാണ്. അതിനുശേഷം നേരം ഇത്രയും വൈകിയിട്ടും കൺമണിയെ കാണാത്തത് കൊണ്ട് ഗോകുലും ശ്രീനിവാസനും ആകെ വെപ്രാളപ്പെട്ടുകൊണ്ട് വീട്ടുമുറ്റത്ത് അങ്ങനെ ഇരിക്കുകയാണ്. കൺമണിയെ കാണാത്ത സങ്കടത്തിൽ ശ്രീനിവാസൻ മുറ്റത്ത് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ധനലക്ഷ്മി വരുന്നുണ്ട്. ധനലക്ഷ്മി എന്നിട്ട് ശ്രീനിവാസനോട് പറയുന്നുണ്ട്, കുട്ടിലിട്ട വെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല, അവള് തിരിച്ചു വരാനൊന്നും പോകുന്നില്ല. ഇതിപ്പോ സാധാരണയല്ലേ, എങ്ങോട്ടെങ്കിലും പോവും, കുറച്ചു ദിവസം കഴിഞ്ഞാൽ വരും. ഇതും കുറെ ദിവസം ദേവ്ജിയുടെ വീട്ടിലേക്കാണെന്നും പറഞ്ഞു പോയി, പിന്നെ കുറെ ദിവസം പൊന്നുമേട്ടിലാണെന്ന് പറഞ്ഞു പോയി. അവളൊരു അങ്ങാടി പശുവാണ്, അങ്ങനെ ചുറ്റിക്കറങ്ങി അങ്ങനെ നടക്കണം ആണ് അവൾക്ക് ഇഷ്ടമെന്ന് ധനലക്ഷ്മി പറയുമ്പോ ഇതെല്ലാം കേട്ട് ശ്രീനിവാസിന് ദേഷ്യം വരുന്നുണ്ട്. ശ്രീനിവാസ് എന്നിട്ട് ധനലക്ഷ്മിയോട് പറയുന്നുണ്ട്, പോകരുത്, എന്റെ മോളെ കുറിച്ച് നീ ഒരു അനാവശ്യവും പറയരുത്. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ പല്ലു ഒഴിച്ച് ഞാൻ താഴെയിടും. അവൾ എന്റെ മോളാണ്, എങ്ങനെ നിയന്ത്രിക്കണമെന്നത് അവൾക്കറിയാം. നീയാണ് ഇവിടുത്തെ എല്ലാ പ്രശ്നത്തിനും കാരണം. ഓരോ പ്രശ്നങ്ങൾ കഴിയുമ്പോ നീ ഓരോ പ്രശ്നങ്ങളായി വരും. എന്തെങ്കിലും മിണ്ടിയാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ശ്രീനിവാസൻ ധനലക്ഷ്മി അടിക്കാനായി പോവാണ്. ധനലക്ഷ്മിയാണെങ്കിൽ തല്ലു കിട്ടുന്നതും പേടിച്ച് വേഗം തന്നെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. ഇതിനുശേഷം ഗോകുലും ശ്രീനിവാസൻ അവിടെ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കൺമണി വരുന്നത്. ശ്രീനിവാസൻ എന്നിട്ട് കൺമണിയോട് പറയുന്നുണ്ട്, മോളെ എനിക്ക് ഇപ്പോഴാണ് ഒരു സമാധാനമായത്. ഇത്ര നേരം എവിടെയായിരുന്നു, എന്താണ് വൈകിയത് എന്ന് ചോദിക്കാണ്. കൺമണി അപ്പൊ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. വീണ്ടും ശ്രീനിവാസൻ കൺമണിയോട് ചോദിക്കുന്നുണ്ട്, സാഗർ സാറിന് എങ്ങനെയുണ്ട് മോളെ? നിന്റെ മുഖമെല്ലാം എന്താണ് വല്ലാതിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ കൺമണി പറയുന്നുണ്ട്, സാഗർ സാറിന് കുഴപ്പമൊന്നുമില്ല അച്ഛാ, ഞാനൊന്ന് കിടക്കട്ടെ, എനിക്ക് നല്ല തലവേദന എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് കൺമണി ഉള്ളിലേക്ക് പോവുകയാണ്. ഉള്ളിലേക്ക് പോയ കൺമണി വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ധനലക്ഷ്മി വരുന്നത്. ധനലക്ഷ്മി എന്നിട്ട് കൺമണിയോട് ഓ വന്നോ എന്ന് ചോദിക്കുമ്പോ കൺമണി ഒന്നും മിണ്ടാതെ പോവാൻ നിൽക്കുകയാണ്. ധനലക്ഷ്മി എന്നിട്ട് കൺമണി അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, എന്റെ വീട്ടിൽ എന്നെ പഠിപ്പിച്ച ഒരു രീതിയുണ്ട്, രാവിലെ എഴുന്നേറ്റ് കുളിച്ചോളണം, പഠിച്ചോളണം, കൃത്യമായി സ്കൂളിലേക്ക് പോവണം, വന്നു കഴിഞ്ഞാൽ വീട്ടിലെ ജോലി ചെയ്യണം, കൊളുത്തി
എത്തണം, പഠിക്കണം, 9 മണിയാകുമ്പോൾ കൃത്യം ഉറങ്ങിയിരിക്കണം. അതൊക്കെയായിരുന്നു എന്നെ പഠിപ്പിച്ച ചിട്ട. പക്ഷേ ഇവിടെ ഒന്നും അറിയണ്ട, രാവിലെ എഴുന്നേറ്റ് പോകുന്നു, രാത്രിയാകുമ്പോൾ വരുന്നു. ഇതൊന്നും ഇവിടെ നടക്കില്ലെന്ന് ധനലക്ഷ്മി കൺമണിയോട് പറയുകയാണ്. കൺമണി അപ്പോ ഇതെല്ലാം കേട്ടുകൊണ്ട് ഒന്നും പറയാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിൽ അങ്ങനെ നിൽക്കുകയാണ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.